പോവില്ല, ഞാൻ പോവില്ല. ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ രമണേട്ടനെ ഈ പടി ചവിട്ടിക്കില്ലെന്നാ അവര് പറഞ്ഞിട്ട് പോയത്. രമണേട്ടന്റെ കൂടെ അല്ലാതെ ചെമ്പകമുറ്റത്തേക്ക് ഞാനും ഇനി കാല് കുത്തില്ല എന്ന് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? രമണൻ എവിടെയാ? തല്ലിക്കൊന്ന എല്ലാരും കൂടി എന്റെ മോനെ. മര്യാദയ്ക്ക് കുട്ടിപ്പോ. എന്റെ മകന്റെ നന്മയ്ക്ക് വേണ്ടി കാല് പിടിക്കാൻ ഞാൻ. ഇല്ല, ഈ വീട് എന്റെ ഭർത്താവിന്റെ വീടാ. ഒരു പെണ്ണിന് അവള് ജനിച്ചു വളർന്ന വീടിനേക്കാൾ സുരക്ഷിതത്വം ഭർത്താവിന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള ഭർത്താവിന്റെ വീട്ടിലായിരിക്കും. രമണേട്ടൻ വരട്ടെ, എന്നിട്ടേ ഈ സാവിത്രിക്കുട്ടി തീരുമാനിക്കും. നിങ്ങളുടെ മകൻ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് എനിക്കറിയണം. എന്നിട്ട് തീരുമാനിക്കും സാവിത്രിക്കുട്ടിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണോന്ന്. ഞാനെവിടെയാ? പേടിക്കണ്ട, നിങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റിയതാ. ഭാഗ്യം കൊണ്ടാണ് ഇവിടെ വന്ന് വിട്ടത്. എന്തായാലും കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ആര് പറഞ്ഞു എന്നെ രക്ഷിക്കാൻ? മരിക്കാനാ എനിക്കിഷ്ടം. മനുഷ്യനെ മരിക്കാനും സമ്മതിക്കില്ല. അത് ശരി, അപ്പോൾ മനഃപൂർവ്വം വരുത്തി വെച്ചതാണ് അല്ലേ? ആട്ടെ, എന്താ പേര്? രമണൻ. എന്താ ചതിച്ചടാ മാറി. അവൻ മരിച്ചില്ല. ആശുപത്രിയിൽ ഞാൻ വിളിച്ചത്. അവനവിടെ ജീവനോടുണ്ടത്രേ. അതിന് യാതൊരു സാധ്യതയുമില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സാക്ഷാൽ ഈശ്വരൻ അവനെ കൈവെള്ളയിൽ താങ്ങും. ഒരുപക്ഷെ സാവിത്രിക്കുട്ടിയുടെ ജാതകദോഷത്തിന്റെ ബലം കുറഞ്ഞിട്ടുണ്ടാവോ? രമണൻ രക്ഷപ്പെട്ടെങ്കിൽ അതിനാവും സാധ്യത. അങ്ങനെ ജാതകദോഷം അതിജീവിച്ച രമണനെയും സാവിത്രിക്കുട്ടിയും ഒരുമിച്ച് ജീവിക്കാൻ വിടുന്നതല്ലേ ഉചിതം? ഒരിക്കലും സംഭവിക്കാത്തതാണത്. കൃഷ്ണനെഴുത്തച്ഛന് പിഴവ് സംഭവിക്കില്ല. കാലനൊന്നും തെറ്റ് സംഭവിക്കില്ല. ഇനി അഥവാ കാലന് വേണ്ടെങ്കിൽ നമ്മൾ അവന്റെ അന്തകനാണ്. കുട്ടിശങ്കരന്റെ മകൻ ധനപാലനാണ് നമ്മുടെ മോൾക്ക് അനുരൂപൻ. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും രമണനെ തുടച്ചു നീക്കണം. സാവിത്രിക്കുട്ടിയുടെ മനസ്സിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും. നീ രമണൻ തന്നെയാണോടാ, അതോ അവന്റെ പ്രേതവും? ഞാൻ രമണൻ തന്നെയാ, സംശയിക്കണ്ട. ഏത് ഈശ്വരനാടാ നിന്നെ കൈവെള്ളയിൽ താങ്ങി രക്ഷപ്പെടുത്തിയത്? ഇടിച്ച കണക്കിന് പ്രകാരം 500 കഷ്ണങ്ങളായിട്ട് ഒടിഞ്ഞ് നുറുങ്ങിയിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ബോധം വന്നപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ, ജീവൻ തിരിച്ചു കിട്ടിയപ്പോ മരണത്തെ നീ മറന്നോ? ഇനി ജീവിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, മരിക്കാൻ മാത്രമാണ് എൻ്റെ ആഗ്രഹം. ദയവായി എന്നെ ഒന്ന് കൊന്നുക. ആരും അറിയാതെ കഴിയുമെങ്കിൽ എന്റെ നെഞ്ചിലൊരു കടാര കുത്തി ഇറക്കും. ജീവനോടെ ഞാൻ ഈ ആശുപത്രി വിടരുത്. വാക്ക് പാലിക്കാനുള്ള നിന്റെ ഈ മനസ്സിനെ ഞാൻ ശിരസാ നമിക്കുന്നു. പക്ഷേ ഇനി ഓരോ നീക്കവും സൂക്ഷിച്ചു വേണം. പ്രത്യേകിച്ചും ആശുപത്രിയിലും മറ്റു പറഞ്ഞ സ്ഥിതിക്ക്. നീ പോലും അറിയാതെ നിന്നെ കൊന്നു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു.
പക്ഷേ ഇപ്പൊ നീ പുറത്തു വരേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. സാവിത്രി കുട്ടി നിന്റെ വീട്ടില. അവിടുന്ന് അവളെ ആട്ടിയിറക്കി വിടേണ്ടത് നീയാണ്. അത് നീ ചെയ്യണം, ചെയ്തേ പറ്റൂ. അയ്യോ മോനെ രമണ, നിനക്ക് എന്ത് പറ്റിയതാ മോനെ? ഈശ്വര, എന്താ മോനെ ഇത്? മിണ്ടായിരിക്കാമേ, ഒരു വണ്ടി മുട്ടിയതാ. അയ്യോ, എന്നിട്ട് എന്താ മോനെ പറ്റിയത്? പറ്റിയത് കണ്ടില്ലേ, ഇതൊക്കെ തന്നെ. മരിച്ചില്ല. ഈശ്വര, മരിച്ചെങ്കിൽ ഇതിലും ഭേദമായിരുന്നു. മോനെ ഇതുപോലുള്ള ദുർവാക്കുകൾ പറയാതെ. അമ്മ എന്തിനാ ഇവളെവിടെ കയറ്റി പൊറിപ്പിച്ചിരിക്കുന്നേ? ഞാനായിട്ട് കൂട്ടിക്കൊണ്ടു വന്നതൊന്നുമല്ല, വന്ന് കേറിയതാ. പോകാൻ പറഞ്ഞിട്ട് പോകുന്നുമില്ല. എന്താ അമ്മയും അനുജത്തെയും വിജയിക്കാത്തടത്ത് രമണേട്ടന് വിജയിക്കണമെന്നുണ്ടോ? ഇറക്കി വിടാനാണോ ഭാവം? അതെ, ഞാൻ തയ്യാറാ. പക്ഷേ അതിനു മുമ്പ് രമണേട്ടന്റെ വായിന്ന് എനിക്ക് ചിലത് അറിയണം. ഒന്നും അറിയാനില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ രമണേട്ട? തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവർക്ക് പോലും അവസാനത്തെ ഒരാഗ്രഹം പറയാം. ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെടുമ്പോ രമണേട്ടന്റെ മനസ്സിൽ നിന്ന് കൂടി ആയിരിക്കുമല്ലോ പടിയിറക്കപ്പെടുന്നത്, അല്ലേ? അതെ. എന്നാ എന്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് കണ്ട് സാധിച്ചു തരണം. എന്താ അത്? എന്തിനാ എന്നെ ചതിച്ചത് നിങ്ങൾ? പറ. വേറെ ഒരു പൊട്ടി പെണ്ണാ എന്നെ നിങ്ങൾ എന്തിനാ ചതിച്ചത്? എനിക്കതറിയണം. അറിഞ്ഞേ പറ്റൂ രമണേട്ടാ. പറ, എന്തിനാ എന്നെ ചതിച്ചത്? പറ. അടിക്കാം. താലി കെട്ടിയ ഭാര്യ അടിക്കാൻ പുരുഷൻ അവകാശമുണ്ട്. അതുപോലെ ഭാര്യമാർക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട് രമണേട്ട. എന്തിനു ഭർത്താവ് വെറുക്കുന്നു, അവഗണിക്കുന്നു എന്നറിയാൻ എനിക്കുണ്ട് അവകാശം. പറ രമണേട്ട, ഈ സാധുവായ സാവിത്രിക്കുട്ടി എന്ത് തെറ്റാ രമണേട്ടനോട് ചെയ്തത്? പെണ്ണ് കാണാൻ വരാത്ത, പേര് ചോദിക്കാത്ത ഒരാളെ വീട്ടുകാർ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് മാത്രം വിവാഹം കഴിക്കേണ്ടി വന്ന ഈ സാവിത്രിക്കുട്ടി എന്ത് പഴിച്ചു? പറ രമണേട്ട. ആദ്യ രാത്രി മുതൽ വെറുക്കപ്പെട്ട ഒരു വസ്തുവിനെ എന്നൊന്നും കാണാൻ മാത്രം എന്ത് അപരാധം ഞാൻ ചെയ്തത്? ഒന്ന് പറഞ്ഞതാ. മണിയറയിൽ സ്നേഹത്തോടെ 4 വാക്ക് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. വിവാഹം കഴിയുന്ന ഏതൊരു പെണ്ണിനും ഉണ്ടാവുന്ന മോഹങ്ങള്. എന്തിനാ രമണേട്ട അതൊക്കെ പിച്ചു ചീന്തിയത്? രമണേട്ട, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അപരാധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ രമണേട്ട. അതൊരിക്കലും നടക്കില്ല. വേണം, നടക്കണം. രമണേട്ടനെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്നെ ഇഷ്ടപ്പെടാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? മുത്തശ്ശിമാര് പറഞ്ഞു തന്ന കഥകളിലൊക്കെ ഭർത്താവിനെ പൂവിട്ട് പൂജിക്കണമെന്ന, ഭർത്താവിനെ ഈശ്വരനായി കാണണമെന്ന. ഞാൻ അങ്ങനെ ചെയ്തു. അത് തെറ്റാണോ രമണേട്ട? പക്ഷെ നമ്മൾ ഒരുമിച്ച് അധികകാലം അതിന് യോഗമില്ല. വേണ്ട, അധികകാലം വേണ്ട. ഒരു മാസമെങ്കിലും ഒരു മാസം, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം. പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമുക്ക് ജീവിച്ചൂടെ രമണേട്ട? ഞാൻ മരിച്ചു പോയാലോ? ആ നിമിഷം എന്റെ ജീവിതവും ഞാനങ്ങ് അവസാനിപ്പിക്കും.
പക്ഷെ നീ മരിക്കരുത് സാവിത്രിക്കുട്ടി. നിന്റെ നല്ലതിന് വേണ്ടിയാ, നിന്റെ നല്ലതിന് വേണ്ടിയല്ല. താലി കെട്ടിയ ഭർത്താവിന്റെ സ്നേഹവും പരിഗണനയില്ലാതെ എനിക്കെന്ത് നല്ലത് രമണേട്ടാ. ചെമ്പകമുറ്റത്തേക്ക് പോണ്ട, കൊട്ടാരും പരിചാരകരും ഒന്നും വേണ്ട, കഴുത്തിൽ ആഭരണങ്ങൾ വേണ്ട, ഉടുക്കാനുള്ളതും കഴിക്കാൻ ഈ വീട്ടിൽ എന്തുണ്ടോ അത് മാത്രവും മതി. ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയില് രമണേട്ടന്റെ ഭാര്യ എന്നുള്ള വിലാസത്തില് ഞാനൊന്ന് കഴിഞ്ഞോട്ടെ. പറ്റില്ലെന്ന് പറയരുത്. ഉള്ളിൽ കലങ്ങിയ ഒരു പാവം പെണ്ണിന്റെ യാചനയാ. കൈവിടരുതെന്നെ. മോനെ, അമ്മയ്ക്കറിയില്ല ഒന്നും. മനസ്സിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയാൻ അമ്മ നിർബന്ധിക്കുന്നുമില്ല. പക്ഷെ ഒന്ന് പറയാം, സാവിത്രിക്കുട്ടിയെ പോലൊരു പെണ്ണിനെ കിട്ടാൻ 7 ജന്മം നോമ്പ് നോൽക്കണം. ആ കുട്ടിയെ ഞാനും ഒത്തിരി വഴക്ക് പറഞ്ഞു. അതിന്റെ മനസ്സ് തിരിച്ചറിയാൻ അമ്മയും വൈകിപ്പോയി. എന്തിനാണ് രമണ ഇതുപോലൊരു തങ്കത്തെ കിട്ടിയിട്ടും ഇങ്ങനെയൊക്കെ? അമ്മ പറഞ്ഞതാ എനിക്കും പറയാനുള്ളത്. നമ്മുടെ ഇല്ലായ്കയും വല്ലായ്കയും തിരിച്ചറിഞ്ഞ് പെരുമാറാൻ കഴിയുന്ന പാവ ഒരു സ്ത്രീ. മറ്റാരാണെങ്കിലും പണത്തിന്റെ ഹുങ്ക് കാണിച്ചേനെ. ഞാനും അമ്മ പറഞ്ഞ പോലെ ആ പാവത്തിനെ തെറ്റിദ്ധരിച്ചു. മതി സ്തുതിവചനങ്ങള്. ഇത്ര വേഗം നിങ്ങളുടെയൊക്കെ മനസ്സിൽ കയറി പറ്റാൻ എന്ത് കൂടോത്ര അവൾ ചെയ്തത്? അങ്ങനെ വന്നു കയറിയ ഒരു പെണ്ണിന്റെ കൂടോത്രത്തിൽ മയങ്ങി വീഴുന്നവരാണോ രമണ നിന്റെ അമ്മയും പെങ്ങളും? പൊന്നോരച്ചറിയണമെന്നും പെണ്ണിനെ പഠിച്ചറിയണമെന്നും ആ പ്രമാണം. ജീവിതത്തിൽ ഇന്നുവരെ വിശുദ്ധിയും നന്മയും കാത്തു സൂക്ഷിച്ച നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും മറ്റൊരു പെണ്ണിനെ തിരിച്ചറിയാൻ അധിക കാലമൊന്നും വേണ്ട. എന്തായാലും ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, തെറ്റ് നിന്റെ ഭാഗത്താ. അതെന്താണെന്ന് എനിക്കറിയണം. അതിനുശേഷം തീരുമാനിക്കാൻ എന്തു വേണമെന്ന്. അതുവരെ സാവിത്രിക്കുട്ടിയെ വിടില്ല ഞാൻ. എന്റെ മരുമകളായി അവൾ ഈ വീട്ടിലുണ്ടാവും. എന്റെ 2 പെൺമക്കളെക്കാൾ കൂടുതലായി ഞാൻ അവളെ സ്നേഹിക്കും. മോളെ, എന്റെ മോള് വിഷമിക്കണ്ട. നീ ഇനി മുതൽ ഇവിടെ ഉണ്ടാവും. എന്റെ മരുമകളായിട്ടല്ല, മകളായിട്ട്, ഇവളുടെ ചേച്ചിയായിട്ട്. വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടി വീട്ടിൽ വന്നാൽ അവളെ മരുമകളായല്ല, മകളായി തന്നെയാണ് കാണേണ്ടത്. ഒരു ഭർത്താവ് എന്ന നിലയിൽ രമണനിൽ നിന്നും ലഭിക്കാത്ത സ്നേഹം ഇവിടെ സാവിത്രിക്കുട്ടിക്ക് ലഭിക്കുമ്പോൾ 6 മാസത്തിനുള്ളിൽ മരിക്കാൻ പോകുന്ന രമണൻ ബന്ധങ്ങൾക്കും ബന്ധനങ്ങൾക്കുമിടയിൽ നട്ടം തിരിയുകയാണ്. കിട്ടുന്ന അവസരത്തിൽ നിന്നെ അവളുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ ഞങ്ങളോടുണ്ടല്ലോ.
എന്റെ നിയോഗം ഒന്ന് വ്യക്തമാക്കി തരൂ സ്വാമി. രമണ നിഗ്രഹം.